80കളിൽ നമ്മുടെ സമ്പന്നരുടെ ഒരു പ്രധാന അഭിമാന ചിഹ്നമായിരുന്നു കോണ്ടസ. അന്ന് നമുക്കറിയാം, നമ്മൾ ധാരാളം സെലിബ്രിറ്റികൾ ഇത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ധാരാളം സിനിമകളിലുമൊക്കെ ഈ വാഹനം വരുന്നുണ്ട്. ആ കോണ്ടസയിൽ നിന്ന് അതുപോലെ തന്നെ അന്നത്തെ ലാൻസർ, മിത്സുബിഷി ലാൻസർ അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു 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 വളരെ ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു. അതായത് വാഹനത്തിൻ്റെ വേഗവും അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളം പേര് ഈ ലാൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ലാൻസർ അന്നത്തെ ഹിമാലയൻ റാലി പോലുള്ള വലിയ റാലികളിൽ, അതുപോലെ അത്തരം സ്പോർട്സ് ഈവൻസിൽ പ്രധാനപ്പെട്ട ഒരു വാഹനമായിരുന്നു. അതിലത്തെ ധാരാളം അവാർഡുകൾ ആ ലാൻസറിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യയിലെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് വാഹനവും അതുപോലെ ചെറുപ്പക്കാർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു ലാൻസർ. അന്ന് നമ്മുടെ പല സെലിബ്രിറ്റികളും, പ്രത്യേകിച്ച് അന്നത്തെ ഹിന്ദി സിനിമാ താരങ്ങൾ പലരും ഈ വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്, ലാൻസർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ കോണ്ടസ, ലാൻസർ, അതുപോലെ തന്നെ പിന്നീട് ഓപ്പൽ കാറുകൾ, അതായത് ഈ ജനറൽ മോട്ടോഴ്സുമായിട്ടുള്ള ടൈപ്പിലുണ്ടാക്കിയുള്ള ഓപ്പൽ കാറുകൾ, ഇതെല്ലാം തന്നെ ഒരു വശത്ത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് റവന്യൂ ഉണ്ടായി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, മാർക്കറ്റിൽ നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോൾ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡറിനെ നവീകരിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു. അംബാസഡറിനെ നവീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടു 90കളിൽ ആദ്യമായിട്ട് BMC ഡീസൽ എൻജിൻ വന്നു. ആ BMC ഡീസൽ എൻജിൻ ഒരു ആവറേജ് എൻജിനായിരുന്നു, ഒരിക്കലും അതൊരു വലിയ പെർഫോമിംഗ് എൻജിനായിരുന്നില്ല. അപ്പോൾ അത് അവർ ഇസൂസുവിൽ നിന്നുള്ള കോണ്ടസയിൽ ഉപയോഗിച്ചിരുന്ന അതേ ഡീസൽ എൻജിൻ വെച്ചുകൊണ്ട് 1.8 ഡീസൽ എൻജിൻ, 1.6, 1.8 ഇതൊക്കെയുള്ള കപ്പാസിറ്റികളിലുള്ള ഡീസൽ എൻജിൻ വെച്ചുകൊണ്ട് അവർ അംബാസഡറിനെ നവീകരിച്ചു. അത് അംബാസഡർ ക്ലാസിക് എന്നാണ് പിന്നീട് ആ ബ്രാൻഡിനെ അറിയുന്നത്. അതായത് നോവ എന്ന പേരിൽ BMC എൻജിനുള്ള വണ്ടികൾ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴും അവർ എന്ത് ചെയ്തു, അതിൻ്റെ പ്രീമിയം ബ്രാൻഡ്, അംബാസഡർ പ്രീമിയം ബ്രാൻഡ് വരുന്നത് അംബാസഡർ ക്ലാസിക്കാണ്. ക്ലാസിക്കിൽ പവർ സ്റ്റിയറിംഗ് വന്നു, അതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഇസൂസുവിൻ്റെ ഡീസൽ എൻജിൻ വന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് അംബാസഡറിൻ്റെ എയർ കണ്ടീഷനിങ് വന്നു. അതുപോലെ ഈ രീതിയിലെല്ലാം തന്നെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് അംബാസഡർ ക്ലാസിക് എന്ന ഒരു പ്രീമിയം ബ്രാൻഡ് അംബാസഡറിൽ കാറുകളിൽ അവർ നിർമ്മിക്കാൻ തുടങ്ങി. നോവ എന്ന സാധാരണ കാറും അതുപോലെ തന്നെ ക്ലാസിക് എന്ന മറ്റേ അപ്പർ മാർക്കറ്റിലുള്ള കാറും. അപ്പോൾ അങ്ങനെ ഈ ക്ലാസിക് കാറുകൾ ധാരാളമായിട്ട് അംബാസഡറിന് വിറ്റുപോയിട്ടുണ്ട്. ധാരാളം കാറുകൾ അംബാസഡറിന് ക്ലാസിക് റേഞ്ചിൽ വന്നിട്ടുണ്ട്. അത് നല്ല വാഹനങ്ങളുമായിരുന്നു, നല്ല വാഹനങ്ങളുമായിരുന്നു. അപ്പോൾ അവർ ഇംപ്രവൈസേഷൻ നടത്തിയിട്ടില്ല എന്നല്ല, നടത്തുകയും അംബാസഡറിൻ്റെ വീണ്ടും മോഡേൺ യുഗത്തിന് പറ്റുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും ഈ മറ്റു വാഹനങ്ങൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ട്, ഇപ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള വണ്ടിയായിരുന്നു. ഇപ്പോൾ ഡെയ്വു എന്ന് പറയുന്ന കൊറിയൻ കമ്പനിയാണ് ഈ സീലോ എന്ന വാഹനം ഇറക്കിയിരുന്നത്. ഈ സീലോ മാറ്റിസ്, അതിൻ്റെ ചെറുകാറായിരുന്നു മാറ്റിസ്. അതുപോലെ മാരുതിയുടെ സുസുക്കിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ പുതിയ പുതിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാർക്കറ്റ് ഷെയർ വല്ലാത്ത രീതിയിൽ അംബാസഡറിന് കുറഞ്ഞു. അങ്ങനെയാണ് അംബാസഡർ അതിൻ്റെ 2014 അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്ന കാലത്ത്, പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അവർ 2000 ഇറക്കിയിരുന്ന ഒരു മോഡലാണ് എമിഗോ എന്ന് പറഞ്ഞ് ഒരു വളരെയധികം മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാഹനം അവരിറക്കിയിരുന്നു. ഈവൻ അതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് പോലും മാറ്റിക്കൊണ്ട് ഒരു വാഹനം അവർ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ എമിഗോയും അവർക്ക്, അത് പ്രീമിയം ക്ലാസ്സിൽ വരുന്ന വാഹനമായിരുന്നു, എമിഗോയും അവർക്ക് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഈ മാരുതി വന്നതോടുകൂടി, മാരുതി ഒരു സർക്കാർ കമ്പനിയായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഷെയറുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഈ ഗവൺമെൻറ് പർച്ചേസിൽ, ഇപ്പോൾ മാരുതി ഇറക്കിയ ജിപ്സി എന്ന വാഹനം ആണ് ആർമിയിലൊക്കെ ധാരാളമായിട്ട്
ഉപയോഗിച്ചിരുന്നത്. അതല്ല ഓഫ് റോഡാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡുകളൊന്നായിട്ടുള്ള ജിപ്സിയാണെന്ന് ആർമിയിലേക്ക് പോയിരുന്നത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ് വാങ്ങുന്ന വാഹനങ്ങളിലും വലിയ തോതിൽ മാരുതിയുടെ വാഹനങ്ങൾ വരാൻ തുടങ്ങി. മാരുതിയുടെ 1000, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മോഡലുകൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ ഇതിലേക്ക് പോകുന്നു. ഇത് ഗവൺമെൻറ് സെക്ടറിലേക്ക് ധാരാളമായിട്ട് വാങ്ങി തുടങ്ങി. അപ്പോൾ ആ ഗവൺമെൻറ് സെക്ടറിൽ അംബാസഡറിൻ്റെ വിൽപ്പന ഷെയർ കടമാനം കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 2014 അവർ ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നത്. 2017 അവർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഈ ഫാക്ടറി തന്നെ അവർ ഡിമോളിഷ് ചെയ്ത് കളയുന്നത്. പക്ഷേ കൽക്കത്തയിലെ ഫാക്ടറിയാണ് അവർ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞത്. അവർ മധ്യപ്രദേശിൽ വീണ്ടും യൂണിറ്റ് നിലവിൽ ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് പോയെങ്കിൽ ഈ അംബാസഡർ എന്ന് പറയുന്ന ലെജൻഡ് നമ്മുടെ നിർമ്മാണ ബെൽറ്റിൽ നിന്ന് പുറത്തേക്ക് പോയെങ്കിലും അംബാസഡർ ഇന്ത്യയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള കാറായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന, ഒരു കാലത്ത് ഇന്ത്യൻ വിപണിയുടെ 78% കൺട്രോൾ ചെയ്തിരുന്ന ഒരു വാഹനമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലണ്ടനിലെ സ്ട്രീറ്റുകളിൽ ഇപ്പോഴും അംബാസഡർ കാർ ടാക്സികളുണ്ട്. അംബാസഡർ ടാക്സികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ അംബാസഡർ കാറിനെ പൂർണ്ണമായിട്ട് ഭയങ്കര ക്ലാസിക്കലായിട്ട് ഇന്ത്യൻ മ്യൂറൽ ആർട്ടിൻ്റെ എല്ലാം രീതിയിലുള്ള ചിത്രങ്ങളും ഇതൊക്കെ ആയിട്ട് ഇപ്പോഴും അംബാസഡർ ടാക്സികൾ ലണ്ടനിൽ ഓടുന്നുണ്ട്. അത് ആളുകൾ വളരെ ക്യൂരിയസ് ആയിട്ട് അത് വാച്ച് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ DC എന്ന ബോംബെയിലെ ഡിസൈൻ സ്ഥാപനം, ദിലീപ് ഛാബ്രിയുടെ ഡിസൈൻ സ്ഥാപനം വളരെ മനോഹരമായിട്ട് അംബാസഡർ മോഡിഫൈ ചെയ്തിട്ട് വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുത്തിട്ടുണ്ട്, അവർ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ മോഡിഫൈ ചെയ്തെടുത്ത വാഹനത്തിൻ്റെ ചിത്രമാണ് പലപ്പോഴും നമ്മളിപ്പോൾ പുതുതായി അംബാസഡർ വരാൻ പോകുന്നു എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ, പ്യൂഷോ കമ്പനി അത് വാങ്ങിയിട്ടുണ്ട്, ആ റൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ റൈറ്റ് വാങ്ങി വെച്ചിട്ട് അവർ പുതിയ അംബാസഡർ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ കൂടെ വരുന്ന ഇമേജ്, അവൻ്റെ കൂടെ വരുന്ന ചിത്രം ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ നേരത്തെ ദിലീപ് ഛാബ്രിയ അത് അംബാസഡർ ഡിസൈൻ ചെയ്ത് അത് വളരെ മോഡേൺ ആക്കിയിട്ടൊരു രൂപത്തിൽ അവർ ഇറക്കിയിരുന്നു. അതിൻ്റെ ചിത്രമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പലപ്പോഴും അതിൻ്റെ കൂടെ കാണുന്ന ചിത്രങ്ങൾ അതാണ്. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയുടെ അധികാര ചിഹ്നമായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും സെലിബ്രിറ്റികളും എല്ലാം സഞ്ചരിച്ചിരുന്ന അംബാസഡറിൻ്റെ യുഗം 2014 അവസാനിച്ചുവെങ്കിലും വീണ്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഈ യുഗം തിരിച്ചു വരും എന്നുള്ള വാർത്തകളാണ്. പ്യൂഷോ എന്ന് പറയുന്ന ഫ്രഞ്ച് വാഹന നിർമ്മാണ കമ്പനി ഈ അംബാസഡറിൻ്റെ റൈറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും അംബാസഡർ സാങ്കേതിക തികവോടെ നമ്മുടെ റോഡുകളിൽ തിരിച്ചെത്തുന്നൊരു കാലം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.